മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേജ് ലേഔട്ടിലെ ബ്രേക്ക് എങ്ങനെയാണ് പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എവിടെയാണോ ബ്രേക്ക് ചെയ്യേണ്ടത്, അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകേണ്ടത് എവിടെയാണോ അവിടെ കഴ്സർ കൊണ്ടുവയ്ക്കാം. അതിനുശേഷം പേജ് ലേഔട്ട് മെനുവിൽ ബ്രേക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ബ്രേക്സിൽ നമുക്ക് നെക്സ്റ്റ് പേജ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. നേരെ നമ്മൾ ഫസ്റ്റ് പേജിലായിരുന്നു, ഫസ്റ്റ് പേജിൽ നിന്ന് നെക്സ്റ്റ് പേജിലേക്ക് ബ്രേക്ക് ചെയ്തു. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തത് ഇല്ല അൺഡു ചെയ്ത് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബ്രേക്കിൽ തന്നെ കോളം ബ്രേക്ക് വരുന്നുണ്ട്, പേജ് ബ്രേക്ക് വരുന്നുണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ്, നെക്സ്റ്റ് പേജ്, കണ്ടിന്യൂസ്, ഈവൺ പേജ്, ഓഡ് പേജ്, ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് കോളം ബ്രേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോളം സെറ്റ് ചെയ്തിടണം. കോളം സെറ്റ് ചെയ്തിടാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ കോളായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് കോളത്തിലാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രേക്കിൽ പോയിട്ട് കോളം ബ്രേക്കിംഗ് കൊടുക്കാം. അപ്പോൾ അതാ നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് കോളത്തിലേക്ക് വന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ ഞാനൊരു ഷേപ്പ് എടുത്തിട്ടു. അതിനുശേഷം ഞാൻ പേജ് ലേഔട്ടിൽ പോയിട്ട് ബ്രേക്കിൽ പോയിട്ട് ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് കൊടുത്തു. അതാ അപ്പോൾ ടെക്സ്റ്റ് റാപ്പിംഗ് നമ്മൾ ഷേപ്പിനെ ടെക്സ്റ്റ് റാപ്പിംഗ് ചെയ്ത് വെക്കണം. പോയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ടെക്സ്റ്റ് റാപ്പിംഗിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് ആ ഷേപ്പിന് താഴെയായിട്ട് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് സെക്ഷൻ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സെക്ഷൻ ബ്രേക്ക് എന്താണെന്ന് നോക്കാം. സെക്ഷൻ ബ്രേക്കിൽ ഒരു പേജിൽ തന്നെ നമുക്ക് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ന്യൂ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് സെക്ഷൻ ബ്രേക്ക് കൊടുക്കുകയാണ്. സെക്ഷൻ ബ്രേക്കിൽ നെക്സ്റ്റ് പേജ് കൊടുക്കുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് പേജിലേക്ക് ബ്രേക്കായിട്ട് പോകുന്നു. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ബ്രേക്ക് കൊടുത്തത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്ഷൻ ബ്രേക്കിൽ കണ്ടിന്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേജിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് കൊടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു സെക്ഷൻ ബ്രേക്കിൽ നെക്സ്റ്റ് പേജ് ആണെങ്കിൽ ഒരു പേജിൽ നിന്ന് നെക്സ്റ്റ് പേജിലേക്ക് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പേജ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെയിം പേജിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ബ്രേക്കിൽ കണ്ടിന്യൂസ് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു പേജിൽ ഈവൺ പേജാണ് സെക്ഷൻ ബ്രേക്കിൽ വരേണ്ടതെങ്കിൽ പേജിൽ നിന്നിട്ട് ഈവൺ പേജ് കൊടുത്താൽ ഈവൺ പേജിലേക്ക്, നേരത്തെ ഫസ്റ്റ് പേജിലായിരുന്നു, ഈവൺ പേജിലേക്ക്, സെക്കൻഡ് പേജിലേക്ക്. ഇനി നമുക്ക് സെക്കൻഡ് പേജിൽ നിന്നുകൊണ്ട് ഈവൺ പേജ് ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതാ ഫോർത്ത് പേജിലേക്കാണ് ബ്രേക്ക് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് പേജിൽ നിന്ന് ഓഡ് ബ്രേക്ക് കൊടുത്താലോ? ബ്രേക്കിൽ പോയിട്ട് ഓഡ് പേജ് ബ്രേക്ക് കൊടുത്തു. അപ്പോൾ അതാ നമുക്ക് ബ്രേക്ക് ആയിരിക്കുന്നത് തേർഡ് പേജിലേക്കാണ്. അത് ഓഡ് പേജിലേക്കായിട്ട് ബ്രേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.